ഭക്ഷണത്തിനോട് വസ്ത്രത്തിനോടൊക്കെ നമുക്ക് വെറൈറ്റികൾ ഇഷ്ടമാണെങ്കിലും നമ്മൾ ഈ കോഴ്സിൽ വെറൈറ്റി തേടി പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഒരാളോട് വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചുമ്മാ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് പാരാമെഡിക്കൽ കോഴ്സസിനെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പെർഫ്യൂഷനിസ്റ്റ് എന്നൊരു കോഴ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ എന്തോ ഒരു സാധനം കയ്യിൽ കിട്ടിയ പോലെ എന്നോട് പറഞ്ഞു, ആ പേരൊന്ന് എനിക്ക് വാട്സപ്പ് ചെയ്തിട്ടേക്ക്, എന്തായാലും മകനെ കൊണ്ട് ഈ കോഴ്സ് എടുപ്പിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഈ കോഴ്സിനെ കുറിച്ച് എപ്പോഴെങ്കിലും മുൻ പറഞ്ഞിട്ടുണ്ടോ, അതുകൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, അല്ല, സാധാരണയായിട്ട് ഇപ്പം നമ്മൾ സാധാരണ കേൾക്കുന്ന പേരിൽ നിന്നും ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അപ്പോൾ പറയുമ്പോഴും ഒരു രസം ഉണ്ടാവും, അവർക്കൊരു പക്ഷേ ആ ഒരു വെറൈറ്റി കൊണ്ട് അത് പഠിക്കാനായിട്ട് തോന്നിയാലോ എന്നുള്ളത്. സത്യത്തിൽ ഈ പെർഫ്യൂഷനിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ് നല്ല റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു സംഭവമാണ്. നമ്മൾ ഈ ബൈപ്പാസ് സർജറി ഒക്കെ നടത്തുമ്പോൾ തിയേറ്ററിൽ ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണ്. ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ, ഇതിനകത്ത് എന്താണ് പഠിക്കാനുള്ളത് എന്നറിയാതെ, മകൻ്റെ ഇഷ്ടം അറിയാതെ, അല്ലെങ്കിൽ ജോലി സാധ്യതയെ കുറിച്ചൊന്നും അന്വേഷിക്കാതെയാണ് ചാടി കയറിയിട്ട് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിനി കോഴ്സുകളൊക്കെ അന്വേഷിക്കാനുള്ളൊരു സമയമായിട്ടുണ്ട്. കൂടുതൽ പേയ്മെൻറ്റ് കിട്ടുന്നത്, പെട്ടെന്ന് ജോലി കിട്ടുന്നത്, വെറൈറ്റി ആയിട്ടുള്ളത്, ഇങ്ങനെ പല പല ബേസിലാണ് നമ്മൾ കോഴ്സുകൾ അന്വേഷിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു സാധനത്തിൻ്റെ പേര് കേട്ടിട്ട് ഓടിപ്പോയി അതിനെ പിടിക്കരുത്. അത് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണോ, അതിൻ്റെ കോർ സബ്ജക്റ്റ് എന്താണ്, അതിൻ്റെ സബ്ബുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഫീസ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ, അത് എവിടെയൊക്കെയാണ് പഠിക്കാൻ പറ്റുക, തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ട് വേണം ഒരു കോഴ്സിനെ സെലക്ട് ചെയ്യാനായിട്ട്. പെട്ടെന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു, ഞാൻ അങ്ങ് സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ പഠിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഭാവി അവതാളത്തിലായി എന്നൊന്നും പറഞ്ഞ് കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പാരൻറ്റും കുട്ടികളൊക്കെ ഇതിൽ ഒരുപാട് അവെയർ ആയിരിക്കണം. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.